യോഹന്നാന്റെ സുവിശേഷത്തിൽ വ്യക്തമായി കർത്താവ് തൻ്റെ ശിഷ്യന്മാരെ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്. എന്നാൽ എന്തെന്ന് ചോദിച്ചാൽ കർത്താവ് അവരോട് പറഞ്ഞു, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെട്ടില്ല, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. യേശുവിൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ട്, സ്വർഗത്തിലല്ല, ലോകത്ത് ജീവിക്കുമ്പോൾ ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ കഷ്ടമുണ്ട്. എങ്കിലും കർത്താവ് പറയുന്ന ഒറ്റ കാര്യമാണ്, നീ ധൈര്യപ്പെടുക. ആമേൻ. ഏത് പ്രശ്നങ്ങളിലും പ്രതിസന്ധികളിലും പ്രതികൂലങ്ങളിലും നമ്മളെ കൈപിടിച്ച് കരയ്ക്കാക്കുവാൻ കഴിവുള്ള ഒരു വലിയവനാകുന്ന ദൈവമാണ് യേശുക്രിസ്തു. ആ കർത്താവിന് നീ പ്രത്യാശ വെച്ച് ആ കർത്താവിൽ നീ ആശ്രയിക്കുന്നെങ്കിൽ ഏത് പ്രതികൂലം, ദാവീദിങ്ങനെ പറയുന്നു, ഞാൻ യഹോവയ്ക്കായി കാത്തിരുന്നു, അവൻ എങ്കിലേക്ക് ചാഞ്ഞു വന്നതിൻ്റെ നിലവിളി കേട്ടു, നാശകരമായ കുഴിയിൽ നിന്നും കുടഞ്ഞ് ചേറ്റുന്നവനെ കയറ്റി. ഏതെല്ലാം വലിയ കുടഞ്ഞ ചേറുണ്ടെങ്കിലും, കാരണം ഒരിക്കൽ കുടഞ്ഞ് ചേർന്ന് ഒരിക്കലും ആ മനുഷ്യനെ കയറി വരാൻ പറ്റാത്തത്, ഒരിക്കലും കയറി വരാൻ പറ്റാത്തതും, ഒരിക്കലും രക്ഷപ്പെടുവാൻ പറ്റാത്തതും, ജീവിതത്തിൽ ലക്ഷ്യങ്ങളൊന്നുമില്ല, എല്ലാം സകല ലക്ഷ്യങ്ങളും തകർന്നു പോയൊരു സാഹചര്യമാണ് അവിടെ കാണിക്കുന്നത്. എന്നാൽ കർത്താവ് പറയുന്നു, ലോകത്ത് നിങ്ങൾക്ക് കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടുവിൻ. അതിൻ്റെ അർത്ഥം യേശു ക്രിസ്തു അവരെ ഉറപ്പിക്കുന്നങ്ങനെ ഏത് പ്രതികൂലങ്ങളെയും, ഏത് കഷ്ടതകളെയും, ഏത് നിന്ദകളെയും, ഏത് പരിഹാസങ്ങളെയും, ഏത് പൈശാചിക മണ്ഡല ശക്തിയുടെ കൈകളിൽ നിന്നും നമ്മെ വിടിപ്പാൻ യേശു ശക്തനാണെന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത്.